കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രമേഹ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അതിന്റെ കാരണം? പ്രമേഹം നമ്മുടെ ബ്ലഡിൽ എല്ലാവർക്കും അറിയാം ഗ്ലൂക്കോസിന്റെ ലെവല് കൂടുന്നതാണ്. അതിന്റെ പ്രധാന കാരണം ഇൻസുലിൻ കുറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിയുമ്പോൾ അത് യൂറിനിൽ പ്രസന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രമേഹത്തിന്റെ പ്രധാന കാരണം. അന്നേരം ഇത് രണ്ട് തരത്തിൽ പ്രസന്റ് ചെയ്യും. ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ്, അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ ഒരു ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് അതിന്റെ പാൻക്രിയാസിന് ഇല്ലാതെ വരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ എന്തെങ്കിലും കാരണത്താൽ നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് കാരണം അതൊരു പ്രമേഹ രോഗിയായിട്ട് മാറുന്നു. പിന്നെ കേരളത്തിലെ ജനങ്ങള് വരുന്ന ഡയബറ്റീസ് ആണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, അന്നജം. ഈ അന്നജം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് കണികകളായിട്ടാണ്. ഈ ഗ്ലൂക്കോസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോശത്തിലെത്തി അത് വിഘടിപ്പിച്ച് അതിൽ നിന്നും എനർജി ഉണ്ടാക്കുക. ഈ എനർജിയാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓടാനും ചാടാനും വീട്ടിലുള്ള പണികൾ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പുറം പണികളൊക്കെ ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ ചിന്തിക്കാനും ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നുണ്ട്, അതിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു എനർജിയാണ്. അപ്പൊ അത്തരത്തിലുള്ള എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ഏറ്റവും പ്രധാന ഫംഗ്ഷൻ. പക്ഷെ ഇന്ന് നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്. പണ്ടത്തെ ആളുകൾ കഴിക്കുന്നത് പോലെ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ, നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഒരുപാട് പണിയെടുത്തിരുന്നവരാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ പണിയെടുക്കുന്നില്ല. രാവിലെ നേരം വെളുത്തെങ്കിൽ തൊട്ട് എല്ലാ പണികളും മെഷീൻസ് ആണ് ചെയ്യുന്നത്. അരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അരകല്ല് വേണ്ട, മിക്സി ഉണ്ട്. തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ വെള്ളം കോരണ്ട, പകരം മോട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷീനാണ് ചെയ്യുന്നത്. അതായത് യാതൊരു വിധത്തിലും ദേഹം അനങ്ങുന്നില്ല, കിളയ്ക്കുന്നില്ല, പറമ്പിലേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ ഒരു പണിയും ചെയ്യുന്നില്ലാത്തത് കാരണം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അതിലുള്ള ഗ്ലൂക്കോസ് ബേൺ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അത് എനർജി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള യാതൊരു ആക്ടിവിറ്റീസിലും നമ്മൾ ഏർപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇത്രയധികം ആളുകളും പ്രമേഹ രോഗത്തിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രമേഹവും ഇൻസുലിനും തമ്മിലുള്ള ബന്ധം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല പ്രമേഹ രോഗികളും ഇൻസുലിൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അതുപോലെ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ശരിക്കും നമ്മുടെ ശരീരം ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസ് ആയിട്ടാണ് ഈ അന്നജം ഒക്കെ ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് കണികകൾ കോശത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ഡയറക്റ്റ് ആയിട്ട് കോശം അതിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറ്റില്ല. പകരം ഈ വാതിൽ തുറക്കാനായിട്ട് താക്കോലായിട്ട് അവിടെ ഒരാൾ കൂടെ വേണം. അതാണ് ഈ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണായ ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോശത്തിനുള്ളിലേക്ക് ഈ നമ്മുടെ ഗ്ലൂക്കോസ് കണികയ്ക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ അതാണ് ഈ ഗ്ലൂക്കോസും ഇൻസുലിനും തമ്മിലുള്ള ബന്ധം. അപ്പോ പിന്നെ ഇതെങ്ങനെയാണ് ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രമേഹ രോഗികൾ ഇത് കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എന്തിനാണ് ഇൻജെക്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ ചോദിച്ചത്. അപ്പോ ഈ ധാരാളമായിട്ട് നമ്മൾ ഈ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് വരുന്നു. അപ്പൊ ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് കണികകൾ വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ പാൻക്രിയാസിന് കിട്ടുന്ന കമാൻഡ്, ബ്രെയിനിൽ നിന്നും കിട്ടുന്ന ആ ഒരു അറിയിപ്പ് ഇൻസുലിൻ ഉണ്ടാക്കിക്കോ എന്നുള്ളതാണ്. അപ്പം ഇൻസുലിൻ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇൻസുലിൻ ഇതിനെല്ലാം ഈ ഒരു ഗ്ലൂക്കോസിനെല്ലാം കൊണ്ട് കോശങ്ങളിൽ വെക്കും. അങ്ങനെ വെച്ച് 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 ലാസ്റ്റ് കോശങ്ങൾ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊണ്ട് നിറയും. കാരണം എന്താണ്, നമ്മൾ യാതൊരുവിധ ആക്ടിവിറ്റിയിലും ഏർപ്പെടാത്തത് കൊണ്ട് ഈ വരുന്ന ഗ്ലൂക്കോസിനെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല, അതിൽ നിന്ന് എനർജി ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ എല്ലാം കോശങ്ങൾക്കകത്ത് അടുക്കി അടുക്കി വെക്കും. ഏറ്റവും ലാസ്റ്റ് ആ കോശത്തിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ പരിധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കോശം എന്തായി മാറും, ഈ ഒരു ഇൻസുലിനോട് റെസിസ്റ്റന്റ് അതായത് പ്രതിരോധിക്കാൻ തുടങ്ങും. അതായത് ഇൻസുലിനും ഗ്ലൂക്കോസും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് തുറക്കാനോ ആ ഒരു വാതിൽ തുറന്ന് ഗ്ലൂക്കോസിനകത്തോട്ട് കയറ്റാനോ ഒന്നും സമ്മതിക്കാത്ത ഒരു ഇതിലേക്ക് വരും. അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പല പ്രമേഹ രോഗികളും ആ ഒരു പ്രമേഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു സാഹചര്യത്തിൽ എത്താറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്താറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്താറുണ്ട്. അപ്പം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ്, വീണ്ടും ഗ്ലൂക്കോസ് വീണ്ടും വീണ്ടും ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ രക്തത്തിൽ കൂടുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പാൻക്രിയാസ് ഈ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പാൻക്രിയാസിന് ആ ഒരു ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് പ്രമേഹ രോഗത്തിൽ
സംഭവിക്കുന്നത്. ഇൻസുലിൻ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം ഈ പാൻക്രിയാസിന് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടുമാണ്. രോഗികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പ്രമേഹ രോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിൽ ആകുമ്പോഴത്തേക്കിനും തന്നെ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതിൽ ഒന്നാമത്തേത് അക്കാൻഡോസിസ് നൈഗ്ര എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്ത്, പ്രത്യേകിച്ച് കഴുത്തിന്റെ പിറകില്, പിന്നെ കക്ഷത്തില്, കൈമുട്ടിന്റെ കാൽമുട്ടിന്റെ ഒക്കെ ആ ഒരു മടക്കില് ഒക്കെ കറുത്ത കളറിൽ ഒരു പിഗ്മെന്റേഷൻ, ഒരു വെൽവെറ്റി ആയിട്ടുള്ള പിഗ്മെന്റേഷൻ വരുന്നത് ഈ ഒരു ചില ആളുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണമാണ്. അത്തരത്തിലുള്ള ഒരു പേഷ്യന്റ് ചിലപ്പോൾ പിന്നീട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റീസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒബേസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടി ഒക്കെ ഒരു ലക്ഷണമായിട്ട് വരാറുണ്ട്. പിന്നീട് പ്രമേഹത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരം മെലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം പോളിഫാജി, അതായത് ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, എത്ര ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ഒരു തോന്നല്. പിന്നെ വെള്ളദാഹം, അമിതമായിട്ടുള്ള ദാഹം, എത്ര വെള്ളം കുടിച്ചാലും വീണ്ടും വീണ്ടും വെള്ളം കുടിക്കണം എന്നുള്ള ഒരു തോന്നല്. പിന്നെ മൂത്രം ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ അമിതമായിട്ട് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. എത്ര മൂത്രം ഒഴിച്ചാലും മതിയാവാതെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നു. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനെ കഴിഞ്ഞും കൂടുതൽ ക്വാളിറ്റിയിൽ ഈ ഒരു മൂത്രം ഒഴിക്കുന്നു. പിന്നെ ആ ഒരു തോന്നൽ വരുന്ന സമയത്ത് തന്നെ ബാത്റൂമിൽ പോയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് മൂത്രം ഒഴിച്ചു പോകാം. അങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഷുഗർ പേഷ്യന്റിൽ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഷുഗർ എന്ന് പറയുന്ന രോഗം, പ്രമേഹം എന്ന് പറയുന്ന രോഗം നമ്മളുടെ എല്ലാ അവയവങ്ങളെയും അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പം നമ്മളുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മുടെ നാഡീ വ്യവസ്ഥയെ തന്നെ ബാധിച്ച് ചിലപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷനിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്ക് ആ ഒരു സെൻസേഷൻസ് ഒക്കെ നഷ്ടപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ കൈയും കാലും ഒക്കെ മരവിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്താറുണ്ട്. പിന്നെ നമ്മുടെ കിഡ്നി ഈ ഒരു പ്രമേഹം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡയബറ്റിക് നെഫ്രോപ്പതി എന്നാണ് പറയുന്നത്. നമ്മുടെ ത്വക്കിനെ ഒക്കെ ബാധിക്കാറുണ്ട്. അതുപോലെ എന്താണ് അൾസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അൾസർ ഉണ്ടാകുമ്പോൾ, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മുറിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡിൽ ഈ ഒരു ഷുഗർ കണ്ടന്റ് കൂടി നിൽക്കുന്നത് കാരണം ആ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്ടീരിയ, കൂടുതൽ ബാക്ടീരിയകൾ വളരാനായിട്ട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മീഡിയം ആണത്. അപ്പൊ അവിടെ ഒത്തിരി ബാക്ടീരിയകൾ വന്ന് കോളനി ഫോം ചെയ്യുകയും അത് ഇങ്ങനെ വളർന്നു വലുതായിട്ട് അവിടെ ഒരു അൾസർ തന്നെ ഉണ്ടാകാനും പിന്നീട് അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റു പല സാഹചര്യത്തിലേക്ക് മാറി അവിടുത്തെ ആ ഒരു ത്വക്ക് നശിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടും. അത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു പാർട്ട് കട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ട് എത്തിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ഇത് ഷുഗർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പിന്നീട് BP-യിലേക്ക് നയിച്ചെന്ന് വരാം. പിന്നെ സ്ട്രോക്കിലേക്ക് വരെ എത്തിക്കാനുള്ള കഴിവുന്നുണ്ട്. ഏറ്റവും എന്തിനാണ് പറയുന്നത്, നമ്മളുടെ പല പല അവയവങ്ങളെ നശിപ്പിച്ച് ലാസ്റ്റ് മരണത്തിലേക്ക് വരെ എത്തിക്കാനുള്ള കഴിവ് ഈ ഒരു ഷുഗറിനുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ലൈംഗിക അവയവങ്ങളെയൊക്കെ ബാധിച്ച് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂത്രത്തില് ഈ ഒരു ഷുഗർ കണ്ടന്റ് കൂടുന്നത് കാരണം ചിലപ്പോൾ ആ ഒരു പാർട്ടില് ബാക്ടീരിയ ഒക്കെ കൂടുതലായിട്ട് ഫോം ചെയ്ത് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ചൊറിച്ചിൽ, ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാകാനൊക്കെ ഈ ഒരു ഷുഗർ ഉള്ളവരിൽ വരുന്ന ലക്ഷണങ്ങൾ പെടുന്നതാണ്. ഷുഗർ ലെവൽ അറിയാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണോ ചെയ്യുന്നത്? അതെ അതെ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ബ്ലഡ് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് ആൾക്കാർക്ക് അറിയാവുന്നത്, ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് FBS-ഉം PPBS-ഉം ആണ്. ഭക്ഷണത്തിന് മുമ്പ് പോയി ബ്ലഡിന്റെ അളവ്, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അഥവാ FBS എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ ഒരു 80 തൊട്ട് 100 വരെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പൊ 100 കുറവാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഷുഗർ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം പോയിട്ട് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ PPBS-ഉം ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 200-ൽ താഴെയാണ് ഒരു ഷുഗർ ലെവൽ വരുന്നതെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഷുഗർ ഇല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് PPBS-ന് പകരമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നത് ഓറൽ ഗ്ലൂക്കോസ് എന്താണ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും. അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാത്രി മൊത്തം ഒരു 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ഫാസ്റ്റിങ്, ഭക്ഷണം കഴിക്കാതിരുന്നതിന് ശേഷം പോയൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തും, FBS പോലെ. എന്നിട്ട് അതിന്റെ വാല്യൂ കണക്കാക്കിയതിന് ശേഷം നമ്മൾ
ഈ പേഷ്യന്റിന് ഇത് ഒരു 75 മില്ലിഗ്രാം ഒക്കെ ഷുഗർ കഴിക്കാൻ കൊടുക്കുകയാണ്. ആ ഷുഗർ അടങ്ങിയ ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ ആ ഒരു ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യും. ഇത് നമ്മളുടെ ശരീരത്തിന് എത്രമാത്രം ഗ്ലൂക്കോസിനെ ഈ ഇത് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് എത്രമാത്രം പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ആവറേജ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഷുഗർ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ പേഷ്യന്റിന് ഷുഗർ വരാൻ സാധ്യതയുണ്ടോ അതോ ആ പേഷ്യന്റ് ഡയബറ്റിക് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചില സാഹചര്യത്തിൽ ഇത് രണ്ടിന്റെയും ഒരു അക്യൂറസിനെ കഴിഞ്ഞും കുറച്ചും കൂടെ അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഹീമോഗ്ലോബിൻ A1C എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, HbA1c. അതിപ്പോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് HbA1c ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് 3 മാസത്തെ ആ ഒരു വ്യക്തിയുടെ ബ്ലഡിലെ ഷുഗർ ലെവലിന്റെ ഒരു ആവറേജ് വാല്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഈ ബ്ലഡിൽ സർക്കുലേഷൻ നടത്തുന്നത് RBC നമ്മളുടെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടാണ്. അപ്പൊ ഈ ചുവന്ന രക്താണുക്കളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് 3 മാസമാണ്. അതുകൊണ്ടാണ് ഈ HbA1c എന്ന് പറയുന്നത് 3 മാസത്തെ ഷുഗർ ലെവലിന്റെ ഒരു ആവറേജ് ആണെന്ന് പറയുന്നത്. ഇത് ശരിക്കും ചെയ്യുന്നത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ FBSO PPBSO ചെയ്യുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ബ്ലഡ് കൊടുക്കാം. എന്നിട്ട് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാല്യൂ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ, അതായത് പ്രമേഹ രോഗി അല്ലാത്ത ഒരാളില് ഇതിന്റെ ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് 5.6 ആണ്. അപ്പം അതിന്റെ ഉള്ളിലാണ്, അതിൽ താഴെയാണ് ഈ ഒരു HbA1cയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ ആള് പ്രമേഹ രോഗി അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതൊരു 5.7 തൊട്ട് ഒരു 6.4 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പ്രീ ഡയബറ്റിക് ആണ്. അതായത് അയാൾ ഇനിയിപ്പോ കുറച്ചും കൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ പ്രമേഹ രോഗിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് ഈ ഒരു 6.4ൽ നിന്നും കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രമേഹ രോഗിയാണ്. അപ്പൊ അതിന്റെ ആ വാല്യൂ എത്രയാണ് കൂടുതൽ, 6.4ൽ നിന്നും എത്രമാത്രം കൂടിയിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഏതാണെന്ന് നിർദ്ദേശിക്കുന്നത്. ഹോമിയോപ്പതിയിൽ ഈ ഷുഗറിന് ശരിക്കും ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ അല്ലെ? മധുരമുള്ള ഗുളികകൾ ഷുഗർ കൂട്ടില്ലേ? ഇത് ലോകത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള സകലമാന ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഹോമിയോപ്പതി ഷുഗറിന് ട്രീറ്റ്മെന്റിന് കൊടുക്കാൻ കൊള്ളില്ല, കാരണം അവിടെ കൊടുക്കുന്നത് മധുര ഗുളികകളാണ് എന്നുള്ളത്. ശരിക്കും ഇത് 100% തെറ്റായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഈ ഒരു നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് വളരെ 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 കുറവാണ്. അത് മാത്രമല്ല, ഗുളികകളായിട്ട് മാത്രമല്ല നമ്മൾ പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നത്, തുള്ളി മരുന്നായിട്ടും അതല്ലെങ്കിൽ കളറുള്ള മരുന്നായിട്ടും ടാബ്ലറ്റ് ആയിട്ടും പൊടിയായിട്ടും എല്ലാം നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാമോ? പ്രമേഹ രോഗികള് അല്ലെങ്കിൽ പ്രമേഹത്തിലേക്ക് പോകുന്നവരായാലും ആരായാലും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ് ഒരാളെ പ്രമേഹ രോഗിയാക്കുന്നത് അല്ലെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കണ്ടമാനം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഒരാൾ പ്രമേഹ രോഗിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡയറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ചോറ് കഴിക്കാത്ത ഒരു ദിവസം പോലും നമുക്കില്ല. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കപ്പയായാലും കഞ്ഞി ആയാലും എല്ലാം നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പം ഏതെങ്കിലും ഒരു സമയം കഴിക്കാം. അപ്പൊ അത് കഴിക്കുമ്പോൾ വളരെ ചെറിയ ഒരു അളവില് ചോറ് എടുക്കുക അല്ലെങ്കിൽ കപ്പ എന്തായാലും എടുക്കുക. ബാക്കി കൂടുതലായിട്ട് മറ്റ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ രാവിലെയും വൈകിട്ടുള്ള ഭക്ഷണങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അതേ അളവില് നമുക്ക് 6 ഡിവൈഡ് ചെയ്ത് 6 നേരമായിട്ട് കഴിക്കുന്നതും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ഈ ഒരു ഗ്ലൂക്കോസ് നമ്മളുടെ ആ ഒരു ഷുഗർ ലെവലിലുള്ള ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്.
അതെന്നുള്ളത്. പിന്നെ ഷുഗർ, നേരിട്ട് പഞ്ചസാര കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പോ പലരും ചോദിക്കും, പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാമോ, ഹണി തേൻ ഉപയോഗിക്കാമോ, അതിലൊക്കെ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. ശരിക്കും ഈ ശർക്കര ആയാലും തേനായാലും പഞ്ചസാര ആയാലും എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് അത് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ ലെവലിനെ കൂട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏതായാലും ശർക്കര ആയാലും ഹണി ആയാലും ഷുഗർ ആയാലും എല്ലാം ഒരു കൺട്രോളിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കാമോ എന്ന്. തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സിൽ ഷുഗർ മാത്രമല്ല മറ്റ് പല വൈറ്റമിൻസും മിനറൽസും അല്ലെങ്കിൽ പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഒരു ഫ്രൂട്ട്, അതിപ്പം നമുക്ക് അധികം മധുരമില്ലാത്ത ഒരു ആപ്പിൾ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പേരയ്ക്ക ഒക്കെ കഴിക്കാം. പിന്നെ ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ അരമുറി ഏത്തപ്പഴം, ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ധാരാളമായിട്ട് കഴിക്കാതിരിക്കുക, പിന്നെ ഒരുപാട് കഴിക്കാതിരിക്കുക. പിന്നെ ഷുഗർ കണ്ടന്റ് ഒരുപാട് കൂടുതലുള്ള ചക്കപ്പഴം ഒക്കെ ഒരുപാട് കഴിക്കാതിരിക്കുക. 1-2 അല്ലെങ്കിൽ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിലും 1 കഷ്ണമോ 2 കഷ്ണമോ ഒക്കെ കഴിക്കുന്നത് ഒരിക്കലും ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചോളം അത്രയും മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് എല്ലാം കോശത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ബേൺ ചെയ്ത് പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനെ ബേൺ ചെയ്ത് കളയുക. അതായത് നമുക്ക് ഈ ഗ്ലൂക്കോസിന് വരുന്ന ആവശ്യം കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസിന് ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ സമയം പല പല പ്രവർത്തികൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ കായികമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക. അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ ഓടിക്കളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 45 മിനിറ്റ് തൊട്ട് 1 മിനിറ്റ് 1 മണിക്കൂർ വരെ നല്ലതുപോലെ ശരീരം വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യാം. അതിപ്പം ജോഗിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത്, ഇപ്പൊ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്ത് രീതിയിൽ, ക്ലാസിക്കൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, സിനിമാറ്റിക് അങ്ങനെ, സുംബ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്ത് പുഴയും തോടും ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നീന്താൻ പോകാം. സൈക്ലിംഗ്, ഒരുപാട് നേരം സൈക്കിൾ ചവിട്ടാം. ഇങ്ങനെ ഡെയിലി ഒരു 45 മിനിറ്റ് നമുക്ക് വ്യായാമത്തിന് വേണ്ടി ഒക്കെ മാറ്റി വെക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് വരികയേ ഇല്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അതോടൊപ്പം ഇത്തരത്തിലുള്ള വ്യായാമവും കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും ഒക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവരുതിയിൽ തന്നെ കൊണ്ടുവരാം.